NDA നിർണായക ശക്തിയായി മാറുമെന്ന് കെ സുരേന്ദ്രൻ. 35 സീറ്റുകളിൽ NDA മുന്നണിക്ക് വിജയിക്കാൻ കഴിയും. എന്നിട്ട് NDA അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇത്തവണ അതിശോക്തിയോ ട്രോളോ അല്ല. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നും സുരേന്ദ്രൻ ന്യൂസ് 18 പറഞ്ഞു. കെ സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. മഞ്ചേശ്വരത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ചക്രവ്യൂഹത്തിൽ അവൻ പെടും. Come on, get ready. ഇപ്പോഴും BJP അക്കൗണ്ട് തുറക്കരുത്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരാൾ BJP ടിക്കറ്റിൽ ജയിക്കരുത് എന്നുള്ള വലിയൊരു പ്രചാരണം LDFും UDFും ഒരുമിച്ച് നിന്ന് നടത്തിയിരുന്നു. പത്ത് വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതുകൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിഗൂഢമായ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വോട്ടർമാർ തന്നെ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുക. ഇനി വരില്ലെന്ന് പറയട്ടെ. ന്യൂനപക്ഷ സഹോദരന്മാർ ധാരാളമായിട്ട് മാറി ചിന്തിക്കുന്നുണ്ട്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലോ, വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ലല്ലോ. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ എല്ലാവരെയും അറിയാം. എൻ്റെ ജീവിതം എന്താണെന്നും. മാമച്ചാ, പൊന്നു മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ. ഏറ്റവും വലിയ ആക്ഷേപം BJPയെ തോൽപ്പിക്കാൻ CPM കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ആനന്ദയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അവരുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 35 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പറഞ്ഞിരുന്നത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 30-35 സീറ്റുകളിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നണിക്കും പോകാൻ അത്ര ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് സംസ്ഥാനം നടന്നത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ 35,000-നും 65,000-നും ഇടയിലുള്ള അത്രയും സീറ്റുകളുണ്ട്. 35,000-നും 65,000-നും ഇടയിലുള്ള അത്രയും സീറ്റുകളുണ്ട്. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. ഞാൻ പോകുന്നു. ബൈ.